ഇടുക്കിയിൽ മകരവിളക്ക് ദർശിക്കാൻ കഴിയുന്ന പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുകയാണ്. ഭക്തർക്ക് സുഗമമായിട്ട് മകരവിളക്ക് ദർശിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ അപകട സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടി പോലീസിന്റെ വലിയ സന്നാഹം തന്നെ ഒരുക്കിയിട്ടുണ്ട്. 1500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. ആരോഗ്യ സേവനവും കൃത്യമായി തന്നെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. പുല്ലുമേട്ടിൽ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻപുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങോട്ടേക്ക് വാഹന സൗകര്യം കോഴിക്കാനത്ത് നിന്നും ഉണ്ടാകില്ല. നേരത്തെ കോഴിക്കാനത്ത് നിന്നും പുല്ലുമേട് വരെ ജീപ്പ് ഉൾപ്പെടെ കടത്തിവിട്ടിരുന്നു. പക്ഷേ ഇത്തവണ അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല. മുൻ വർഷങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. പുല്ലുമേട് ദുരന്തത്തിന് ശേഷമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ കാൽനടയായിട്ട് വേണം വനപാതയിലൂടെ ആളുകൾ ഈ പുല്ലുമേട് ഭാഗത്തേക്ക് ഈ മകരവിളക്ക് ദർശിക്കാൻ പോകാൻ കഴിയുക. അതുപോലെ തന്നെ മകരവിളക്ക് ദർശനം കഴിഞ്ഞതിന് ശേഷം തിരികെ കോഴിക്കാനത്തേക്ക് കാൽനടയായിട്ട് തന്നെ വരികയും ചെയ്യണം. അവിടെ തുടരാൻ അനുവദിക്കില്ല. അത് മാത്രമല്ല, ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാം. പക്ഷേ സത്രത്തിലേക്ക് പുല്ലുമേട്ടിൽ നിന്ന് കടത്തിവിടില്ല. ഇന്ന് ചില നിയന്ത്രണങ്ങളൊക്കെ ശബരിമലയിലേക്ക് പോകുന്നതിനും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും പുല്ലുമേട്ടിൽ പരമാവധി മകരവിളക്ക് ദർശിക്കാൻ എത്തുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപകട സാധ്യതയുള്ള പുല്ലുമേട്ടിലെ സ്ഥലങ്ങളിലൊക്കെ ബാരിക്കേഡ് ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വണ്ടിപ്പെരിയാറാണ്. ഇവിടെ നിന്നാണ് KSRTC ബസ്സിൽ ഉൾപ്പെടെ ആളുകളെ ഈ കോഴിക്കാനം ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. വള്ളക്കടവും കോഴിക്കാനം ഈ രണ്ട് പാതയിലൂടെ ആളുകളെ രാവിലെ 6 മണി മുതൽ തന്നെ പുല്ലുമേട്ടിലേക്ക് കടത്തിവിടുകയും തുടങ്ങിയിട്ടുണ്ട്.